കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു, പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, കാർഗെ ദ്വീപ് ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. അവിടെ അമേരിക്ക സൈനികരെ ഇറക്കാൻ പോവുകയാണ്, ഇറാനും അവിടെ സൈന്യത്തെ ഇറക്കാൻ പോവുകയാണ്, ഒരു കരയുദ്ധം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധത്തിൽ അവർ അഗ്രഗണ്യരാണ്. അമേരിക്ക എവിടെയൊക്കെ കരയുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം അമേരിക്ക പരാജയപ്പെടുന്ന ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു രാജ്യത്തോട് അമേരിക്കയ്ക്ക് ശത്രുത തോന്നിയാൽ ആ രാജ്യത്തിനെതിരായിട്ടുള്ള രാജ്യത്തെ പരിപോഷിപ്പിച്ച് അവർക്ക് ആയുധങ്ങളും പണവും നൽകി ഈ രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട രീതി. ഇറാന്റെ വിഷയത്തിൽ അമേരിക്ക ഒരു കരയുദ്ധത്തിനായി വന്നു കഴിഞ്ഞാൽ വെൽക്കം ടു ഹെൽ എന്നാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നത്. അതായത് നരകത്തിലേക്ക് സ്വാഗതം. ആരുടെ നരകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അമേരിക്കൻ പട്ടാളക്കാരുടെ നരകമായി മാറും, ശവപ്പറമ്പായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന താക്കീത്. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇപ്പോൾ ഏറ്റവും ഭയാനകരമായിട്ടുള്ള വഴിത്തിരിവിലാണ് എത്തിയിരിക്കുന്നത്. ഇറാനെതിരായ കരയാക്രമണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടയിൽ അമേരിക്ക ടെഹ്റാന് നേരിട്ട് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ പ്രശസ്തമായ പത്രമായ ടെഹ്റാൻ ടൈംസ് അമേരിക്കൻ സൈനികരുടെ ഫോട്ടോകളോടെ വെൽക്കം ടു ഹെൽ അഥവാ നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ മണ്ണിലേക്ക് സൈന്യത്തെ അയച്ചാൽ ആ സൈനികർ ശവപ്പെട്ടികളിൽ മാത്രമേ തിരിച്ചെത്തൂ എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ വ്യക്തമായി പറഞ്ഞു. റിപ്പോർട്ടുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലേക്ക് 10,000 സൈനികരെ കൂടെ വിന്യസിക്കാൻ അമേരിക്ക ആലോചിക്കുന്ന സമയത്താണ് ഈ മുന്നറിയിപ്പ്. പ്രസിഡന്റ് ട്രംപ് ഇത് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും സൈനിക നീക്കങ്ങൾ ശക്തമായി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അമേരിക്കയെ വളയാൻ ഇറാൻ ഒരു നിഴൽ യുദ്ധ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ അമേരിക്ക കര ആക്രമണം നടത്തിയാൽ യമനിലെ ഹൂത്തി വിമതർ സജീവമായി രംഗത്തിറങ്ങും. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ വീണ്ടും ആക്രമിക്കാൻ ഹൂത്തികൾക്ക് നിർദ്ദേശം നൽകും. ബാബ് അൽ മന്ദേബ് കടലിടുക്കിലൂടെ കപ്പലുകളുടെ നീക്കം പൂർണ്ണമായും തടയുമെന്ന് ഇറാൻ പറഞ്ഞു. ഇത് ആഗോള വ്യാപാരത്തിന് വലിയ ദുരന്തമാകുമെന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും വാൾസ്ട്രീറ്റ് ജേർണലിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ സൈനികരെ അയക്കുന്നതിന്റെ ഉദ്ദേശം ട്രംപിന്റെ സൈനിക ഓപ്ഷനുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്ന മട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.